പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി വട്ടപ്പാറയിലെ പഴയ കെട്ടിടത്തിലേക്ക് മാറ്റി. എന്നാൽ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ലെന്ന് വളാഞ്ചേരി SHO ബഷീർ ചിറക്കൽ അറിയിച്ചു. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ SHO നമ്മൾ വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ താൽക്കാലികമായിട്ടുള്ള പ്രവർത്തനം ഇവിടെ പഴയ വട്ടപ്പാറയിലുള്ള CI ഓഫീസിലേക്ക് ഇന്ന് മുതൽ പ്രവർത്തനം മാറ്റി ആരംഭിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഓർഡർ പ്രകാരമാണ് അത് മാറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ 4 പഞ്ചായത്തിലെയും എടയൂർ, ഇരുപിടിയം, ആന്തവനാട്, വളാഞ്ചേരി മുനിസിപ്പാലിറ്റി മുഴുവൻ പോലീസ് സ്റ്റേഷനിലെയും ആളുകളെ ഈ വിവരം അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പരാതികളും ആളുകൾക്ക് ജനങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതിനായിട്ട് ഇവിടെ 24 മണിക്കൂറും സദാസന്നദ്ധമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ മാറ്റുന്നതിൻ്റെ പ്രധാന കാരണം ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള 3 കോടി രൂപ ചെലവിൽ സർക്കാർ പുതിയ കെട്ടിടം നമ്മുടെ വളാഞ്ചേരി ടൗണിനെ പഴയ സ്ഥലത്ത് തന്നെ പുനഃസ്ഥാപിക്കുന്നുണ്ട്. പുതിയ കെട്ടിടം അതിൻ്റെ പണി ഉടനെ ആരംഭിക്കുന്നതാണ്. ഏകദേശം 1.5 വർഷത്തിൽ ഇവിടെ നിന്നും അവിടേക്ക് അത് മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ അസൗകര്യം വരുന്ന ആളുകൾക്കുണ്ടെങ്കിൽ ഈ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ കാര്യമെല്ലാം പൊതുജനങ്ങളെയും എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക സേവന പ്രവർത്തനങ്ങളെയും മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും അറിയിക്കുകയാണ്. എയ്ഡ് പോസ്റ്റ് ഉണ്ട്. അവിടെ 8 to 8 വരെ കാലത്ത് 8 മണി to രാത്രി 8 മണി വരെ മുഴുവൻ സമയം 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു. കൂടാതെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ആയിട്ടുള്ള സ്ട്രെങ്ത് വളാഞ്ചേരി ടൗണിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു മൊബൈലിൻ്റെ ഒരു പോലീസ് ജീപ്പിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സേവനം സദാ അവിടെ ടൗണിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ മാറിയതുകൊണ്ട് യാതൊരുവിധ കുറവും ടൗണിനെ കേന്ദ്രീകരിച്ചും വളാഞ്ചേരി മേഖലയെ കേന്ദ്രീകരിച്ചും കൂടുതലായിട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കും ആണെന്നുള്ള കൂടി അറിയിക്കാൻ. പൊതുജനങ്ങളുടെ സൗകര്യത്തിനായി വളാഞ്ചേരി ടൗണിൽ തന്നെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പരാതികൾ നൽകാനും അത്യാവശ്യ കാര്യങ്ങൾക്കുമായി ടൗണിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കും. ഇവിടെ എല്ലാ പോലീസ് സേവനങ്ങളും ലഭ്യമാകും. അതിനാൽ ദൂരയാത്ര ചെയ്യേണ്ടതില്ല. പോലീസിന്റെ സേവനം സാധാരണ നിലയിൽ ലഭ്യമാണെന്നും യാത്രയെക്കുറിച്ച് ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും SHO വ്യക്തമാക്കി. പുതിയ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രവർത്തനം പഴയ സ്ഥലത്തേക്ക് തന്നെ മാറ്റും.